എന്നോട് പല ക്നാനായ സുഹൃത്തുക്കളും പറയും, ഈ ക്രിസ്ത്യൻ സഭയിലെ ഒരു പ്രത്യേക വിഭാഗമാണ് ക്നാനായക്കാർ. എന്നോട് ക്നാനായ സുഹൃത്തുക്കൾ പറയും, ഷാജൻ നിങ്ങൾ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തണം. എന്താണെന്നൊരു അവരുടെ അനീതി? ക്നാനായ സഭയിലെ ഒരാൾ സഭയ്ക്ക് പുറത്തുനിന്ന് വിവാഹം കഴിച്ചാൽ സഭയിൽ നിന്ന് പുറത്താവും. ഇപ്പൊ ഞാൻ പറഞ്ഞു, അതെങ്ങനെ അനീതിയാവുന്നത്? നിങ്ങൾക്ക് ക്നാനായ സമൂഹത്തിന് പുറത്തുനിന്ന് ഒരാളെ കല്യാണം കഴിച്ചിട്ട് ക്നാനായ പള്ളിയിൽ പോവാം, കുഴപ്പമൊന്നുമില്ല. ക്നാനായ ആചാരങ്ങൾ തുടരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ക്നാനായ ഇടവകാംഗമാവില്ല. ക്നാനായ പള്ളിയുടെ ആനുകൂല്യം കിട്ടണമെങ്കിൽ അതിന് ചട്ടക്കൂട് നീക്കണം, വേണ്ടേ? ഒരു സമുദായത്തിന്, ഒരു പാർട്ടിക്ക്, ഒരു CPM, പിണറായി വിജയൻ അല്ല ഏത് CPM-ന്റെ ഒരു അംഗമായിരിക്കുന്ന പാർട്ടിയുടെ അച്ചടക്കം പാലിക്കണം, പാർട്ടിയുടെ ഭരണഘടന പാലിക്കണം. മാമോദിസ മുങ്ങാതെ ഒരുത്തൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കില്ല. മാമോദിസ മുങ്ങണം. അതുപോലെ ഓരോ സംവിധാനത്തിനും ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിന്റെ പുറത്തേക്ക് കടന്ന് എനിക്ക് അവകാശം വേണമെന്ന് പറയുന്നത് അത് ഭരണഘടനയൊന്നുമല്ല, അത് അനാവശ്യമാണ്. ശ്രീ സാജൻ കറിയായോട്, അതായത് മറുനാടൻ മീഡിയയുടെ ആങ്കർമാനായ സാജനോട് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇന്നിപ്പം കേരളത്തില് അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രതിനിധിയാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി കുറച്ചുകൂടി പഠിച്ചിട്ട് പറയണം എന്ന് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് എന്ത് പറയണം, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല. കാരണം നിങ്ങൾ ഈ ഫീൽഡിലാണ്, ഞാൻ ഈ ഫീൽഡിലല്ല. പക്ഷേ ക്നാനായ സമുദായത്തെ പറ്റി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ബേസിക്കായ ഒരു തെറ്റ്, ക്നാനായ സഭ, അതായത് നിങ്ങളൊരു സീറോ മലബാർ സഭക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സഭ എന്ന് പറയുമ്പോൾ റിലിജ്യൻ, സമുദായം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് വിശ്വസിക്കുന്ന ഒരു സമുദായം. അത് സഭയുമായിട്ടോ വത്തിക്കാനുമായിട്ടോ അതല്ലെങ്കിൽ ഓർത്തഡോക്സ് ഗ്രൂപ്പുമായിട്ടോ പാത്രിയർക്കീസോ ഇവരായിട്ടോ ഒന്നും കണക്ഷനില്ല. ഇതൊരു ഒരു ക്ലാൻ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പൊ അവർക്ക് അവരുടേതായ എന്തും ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജ്ഞാനായ സമുദായത്തിന് സമുദായ അംഗങ്ങൾ മാറി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ മാറ്റി വിടുകയോ വിടാതിരിക്കുകയോ ചെയ്യേണ്ടത് ആ സമുദായത്തിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമായിരിക്കാം. അത് അവരുടെ ചോയ്സാണ്. പക്ഷേ ഈ സമുദായത്തിനെ പ്രിഡോമിനന്റ്ലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സലാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. അതിന് ലിഖിത നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും കൂതാശകളും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു രൂപതയാണ് ഈ കോട്ടയം രൂപത. സീറോ മലബാറിന്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് ബാപ്റ്റൈസ് ചെയ്ത ഒരാളെ, അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഒരു മാമോദിസ മുങ്ങുമ്പോഴാണ് ഒരാൾ ക്രിസ്ത്യാനിയാവുക, കറക്റ്റാണ്. അങ്ങനെ മാമോദിസ മുങ്ങി ക്രിസ്ത്യാനിയായ ഒരു വ്യക്തിയെ ആ ദേവാലയത്തിൽ നിന്നും അടിച്ചിറക്കി വിടുക എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം വിവാഹം എന്നത് മറ്റൊരു കൂതാശയാണ്. അത് അവന് ഇഷ്ടപ്പെടുന്ന ഒരു യുവതിയെ അല്ലെങ്കിൽ ഒരു യുവാവിനെ അവർ കല്യാണം കഴിച്ചാൽ ആ ഇടവകയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് അവൻ്റെ മൗലികാവകാശമാണ്. അതവൻ്റെ പൗരാവകാശമാണ്, മൗലികാവകാശമാണ്. അതുപോലെ ബിബ്ലിക്കിന് എതിരല്ല. അപ്പൊ ഈ വക കാര്യങ്ങൾ എല്ലാം നിലനിൽക്കെ തന്നെ കോട്ടയം രൂപത ഇപ്പോഴും ഇത് നിലനിർത്തി പോവുകയാണ്. അതിനെതിരായിട്ട് ആണ് ഈ നവീകരണ പ്രസ്ഥാനങ്ങൾ നാട്ടിലും അതുപോലെ അമേരിക്കയിലും തുടങ്ങിയത്. 1978 ഒക്ടോബറിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഏകദേശം 47 വർഷം കഴിഞ്ഞു. അപ്പോ ഞങ്ങൾ ഈ കാലയളവിൽ 1986 ചിക്കാഗോ ആർച്ച്ഡയസിന്റെ നേതൃത്വത്തില് ഒരു പരാതി അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഈസ്റ്റേൺ കോൺഗ്രിഗേഷന് പോവുകയും അവിടെ നിന്ന് 1986 ഒരു പ്രമാദമായ വേർഡിക്റ്റ്, ഒരു റീസ്ക്രിപ്റ്റ് കിട്ടുകയും ചെയ്തു.
ആ റീസ്ക്രിപ്റ്റിന്റെ സംക്ഷിപ്ത രൂപം ഇതാ: Those who marry non-canonized spouse enjoy equal status in the church along with their spouse and children. അങ്ങനെയാണെങ്കിൽ പോലും ഈ കോട്ടയം രൂപത്തിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും വൈദികരും മെത്രാനും ഒക്കെ അതിനോട് അനുകൂലിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി പരാതികൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് ഒരു മുൾഹാൽ കമ്മീഷൻ ഒരു മെത്രാനെ, ഒരു കനേഡിയൻ മെത്രാനെ ഏൽപ്പിച്ചു. അദ്ദേഹം 3-4 നിമിടത്ത് കേരളം, നോർത്ത് ഇന്ത്യയിലെല്ലാം സന്ദർശിച്ച് ഒരു സ്റ്റഡി കൊടുത്തു. ആ സ്റ്റഡിയുടെ റിസൾട്ടും കാനാഡ പ്രിൻസിപ്പിളിന് അനുകൂലമാണ്. അതായത് ആരെയും മാറ്റിവിടാൻ പാടില്ല, അത് കാതോലികമല്ല, ക്രിസ്ത്യാനിറ്റിക്ക് എതിരാണ് എന്നെല്ലാം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുണ്ട്. അപ്പൊ ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ വീണ്ടും വത്തിക്കാൻ ഡയറക്റ്റീവ്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നിലനിൽക്കുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞ കോട്ടയം രൂപതയുടെ അധികാരികളോ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിൽ നിന്നും അതല്ലെങ്കിൽ ആ സ്റ്റാൻഡിൽ നിന്നും മാറാൻ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ കേസ് 2017 15 മുതൽ നടന്നിരിക്കുന്ന KCNSന്റെ കേസ് വളരെ ശക്തമായ രീതിയിൽ അത് ഒരു ബഹുമാനപ്പെട്ട ഒരു ജോർജ് തോമസ് വക്കീല്, ഒരു സുപ്രീം കോർട്ടിലെ വക്കീലാണ്. അദ്ദേഹത്തിന്റെ ടൈമും എഫേർട്ടും സാമ്പത്തികവും ഫൈനാൻസ് എല്ലാം ചെലവ് ചെയ്ത് ഏകദേശം 30 ദിവസത്തോളം ഫൈറ്റ് ചെയ്താണ് ആ കേസ് 100% വിജയിച്ചു. അതായത് ജില്ലാ കോടതിയിലും കീഴ്ക്കോടതിയിലും. ഇതിന് ശേഷം അതിന് അപ്പീൽ പോയിരിക്കുകയാണ്. അപ്പീൽ കേൾക്കാനായിട്ട് മിക്കവാറും ഈ ഡിസംബറിൽ തന്നെ കേൾക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയെല്ലാം ഉള്ള ഇത്രയും പ്രമാദമായ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കെ സാദിനെ പോലുള്ള ഒരാള് പറയാണ് അതിലൊരു തെറ്റുമില്ല, ജ്ഞാനായ സഭയ്ക്ക് ഇങ്ങനെ വിടാം. ഈ സഭ എന്നുള്ള വാക്ക് തന്നെ തെറ്റാ. സഭയിൽ നിന്ന് ഒരാളെ പറഞ്ഞു വിടണമെങ്കിൽ കോർപ്പറൽ പണിഷ്മെന്റ് ചെയ്ത് ഒരാളെ മഹറോൻ ചെല്ലുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് അത്ര സീരിയസ് ആയ ക്രൈം ആയിരിക്കണം. അല്ലാതെ ഒരാൾ വേറൊരാളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പുരുഷനെ കല്യാണം കഴിക്കാന്നുള്ളത് അത് ഓരോരുത്തരുടെ മൗലിക അവകാശം. അതിന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പാടില്ല. പിന്നെ ഈ സമുദായത്തിന്റെ കെട്ടുറപ്പ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു സമുദായ രീതിയിൽ മുന്നോട്ട് പോകണം. അതിനവർക്ക് വേറൊരു ഗ്രൂപ്പുണ്ട്. ഈ കോട്ടയം രൂപതയിൽ തന്നെ ഒരു ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു അൽമായ സംഘടനയുണ്ട്. ഈ അൽമായ സംഘടനയ്ക്കകത്ത് അവർക്ക് എന്തുമാകാം. ഇപ്പം നമ്മുടെ നാട്ടില് ഒക്കെ വനാന്തരങ്ങളിലൊക്കെ താമസിക്കുന്ന ആദിവാസികള് അല്ലെങ്കിൽ മൂപ്പന്മാരുണ്ട്. അവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രേമിക്കുവോ അതല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ പാതയിൽ നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ചാട്ടവാറിനടിക്കാം, അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അവരെ റിക്കവറി ചെയ്ത് അവരുടെ കൂട്ടത്തിൽ കൂട്ടും എന്ന് പറഞ്ഞാല് ഇവിടെ അതുപോലുമില്ല. ഒരുത്തൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവനെ അവിടുന്ന് തന്നെ പറഞ്ഞു വിടുകയാണ്, മൊത്തമായിട്ട് മൊഴിയില്ല വിടുക. അപ്പൊ അതിന്റെ ആ മനോവേദന അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവനവന്റെ ഒരു കുടുംബത്തിൽ നിന്നുള്ള ആ അവഗണന, അതല്ലെങ്കിൽ ഈവൻ സഹോദരന്മാര്, ബന്ധുമിത്രാദികള്, അവരെല്ലാം കാണിക്കുന്ന ഈ അവഗണന എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് സാജൻ, നിങ്ങൾ സംസാരിച്ചതിനെ പറ്റി ഒന്നുകൂടെ ഒന്ന് അയവിറക്കുക, ചിന്തിക്കുക, അത് പറ്റുമെങ്കിൽ കറക്റ്റ് ചെയ്ത് വേറൊരു ഒരു അനൗൺസ്മെന്റ് നടത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. ഞാൻ ജോസ് മുല്ലപ്പള്ളി ഫ്രം ഷിക്കാഗോ. താങ്ക് യു.